കൊച്ചിയിലും സമാനം തന്നെയാണ് കാര്യങ്ങൾ. കൊച്ചിയിലെ ഹോട്ടലുകളിലും മറ്റുമൊക്കെയുള്ള വിലവർദ്ധനവ് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത്? മുഹമ്മദ് സാലിഹ് ചെയ്ത റിപ്പോർട്ടിൽ. പാചകവാതക സിലിണ്ടറിന് ഇന്ന് കൂടിയത് 993 രൂപയാണ്. കൊച്ചിയിലെ ഒരു ഹോട്ടലിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. കൊച്ചി കച്ചേരിപ്പടിയിലെ ഹോട്ടൽ നടത്തുന്നവരോട് തന്നെ നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാം. ചേച്ചി, ഇന്ന് മാത്രം 1000 രൂപയോളം ആണ് കൂടിയിരിക്കുന്നത് ഈ പാചകവാതക സിലിണ്ടറിന്. എന്താ പറയാനുള്ളത്? അയ്യോ, മീഡിയ വൺ വന്ന് പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഇതുവരെ അറിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ വന്ന് പറയുമ്പോഴേക്കുമാണ് ഇത് അറിയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ആണ്. ബിക്കോസ് 1760 രൂപയ്ക്ക് എടുത്തിട്ടിരുന്ന സിലിണ്ടർ ഇപ്പം ഇത് ഗ്യാസിൻ്റെ പ്രതിസന്ധി വന്നപ്പം നമ്മൾ 2090 രൂപയ്ക്കാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1000 രൂപ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടുത്തെ നോർമൽ റേറ്റാണ് എല്ലാം തന്നെ, ഫുഡ് ഐറ്റം എല്ലാം തന്നെ നോർമൽ റേറ്റിൽ പ്രവർത്തിക്കുകയാണ്. മീൽസ് വരെ ഇപ്പോഴും 70 തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഇത് താങ്ങാൻ പറ്റുന്നതല്ല. നമുക്കിവിടെ കാണാം, ഈ ചായക്ക് ഇവിടെ ഈടാക്കുന്നത് ഇപ്പോഴും 12 രൂപയാണ്. ഊണിന് ഈടാക്കുന്നത് 70 രൂപയാണ്. ഇങ്ങനെ വളരെ ന്യായമായ വിലയാണ് ഇവർ ഇപ്പോഴും ഈടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഹോട്ടൽ ഉടമയോട് തന്നെ ചോദിക്കാം, എന്താണ് പ്രതിദിനം 1000 രൂപയോളമാണ് നിങ്ങൾക്ക് വർധന വരുന്നത്? ഒരു ദിവസം എത്ര കുറ്റി ഗ്യാസ് ഉപയോഗിക്കും? ഒരു ദിവസം നമുക്ക് ഇപ്പോൾ തന്നെ സഫീഷ്യൻ്റായിട്ട് സിലിണ്ടർ കിട്ടുന്നില്ല. എന്നാലും ഒരു സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 1000 രൂപ നമുക്ക് എക്സ്ട്രാ ചിലവ് വരിക എന്നുള്ളത് താങ്ങാൻ പാടായിരിക്കും. കസ്റ്റമേഴ്സിനും വളരെ താങ്ങാൻ പാടായിരിക്കും. നമുക്കും അത് മാനേജ് ചെയ്യുന്ന ഒരു ഹൈ റേറ്റാണ്. പക്ഷേ ബിസിനസ് പൊതുവെ മോശമാണ്. ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് കസ്റ്റമേഴ്സ് വളരെ കുറയും. ഇപ്പം തന്നെ പ്രതിസന്ധിയിലാണ്. 1000 രൂപ വർധനമെന്ന് വെച്ചാൽ തികച്ചും പ്രതിഷേധാർഹമാണ്. ഇത് കുറക്കുക തന്നെ വേണം. എന്താണ് നിങ്ങളൊരു സർവൈവൽ പ്ലാൻ? ഇനി മുന്നോട്ട് പോകാൻ എന്താണ് നിങ്ങൾ പദ്ധതി ഇടുന്നത്? സർവൈവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റേറ്റ് കൂട്ടേണ്ടി വരും. അതിന് നിർബന്ധമാകും. പക്ഷേ റേറ്റ് കൂടുന്നതോറും ബിസിനസ് എത്രത്തോളം നിലനിന്ന് പോകുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. റേറ്റ് കൂടുന്നതോറും ആളുകൾ കുറഞ്ഞ ഓപ്ഷൻസിലേക്ക് തിരിച്ചു പോകും. അതൊക്കെ എത്ര ഒരു പരിധിയിൽ കൂടുതൽ വില കൂട്ടുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. KHRA ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ കൂടെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അസോസിയേഷന് പറയാനുള്ളത്? അസോസിയേഷൻ ഇതിൽ പ്രത്യേക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഇരുട്ടടിയാണ്. നിങ്ങൾക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പേ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങളെല്ലാം തന്നെ ഇതിൽ സംസാരിച്ചതൊക്കെയാണ്. അതായത് ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ്. ആ ലഭ്യത ഒരു പരിധിവരെ പരിഹരിച്ച് ഗ്യാസ് ലഭിച്ചു തുടങ്ങി. അപ്പോഴേക്കും നമുക്ക് തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് വന്നു. കാര്യം ആസാമിലെയും ബംഗാളിലെയും ഇലക്ഷൻ കാരണം ഏതാണ്ട് മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും 50% തൊഴിലാളികൾ കുറഞ്ഞു. ആ ഒരു രീതിയിൽ പല കടകളും എന്താ പറയണ്ടേ, നിസ്സാര മണിക്കൂറുകൾ മാത്രം വർക്ക് ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. ആ സമയത്താണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്ന പുതിയ ഏറ്റവും വലിയ അതായത് ഞാൻ 35 വർഷമായി ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 35 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം കൊണ്ട് 1000 രൂപ ഒരു കമ്മേഴ്ഷ്യൽ സിലിണ്ടറിന് കൂടിയതായിട്ട് ആദ്യത്തെ അറിവാണ്. എനിക്ക് തോന്നുന്നത് പൊതുജനങ്ങളുടെയും ഹോട്ടലുകാരുടെയും വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം ഇത്രയും ദിവസം ഇത്രയും സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തുനിന്ന് അതിനുശേഷം വലിയൊരു മുതുകത്തടി കിട്ടിയ പോലുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വില കൂട്ടുക, അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ ഹോട്ടലിൽ തന്നെ ഒരു ദിവസം ഒരു സിലിണ്ടർ ഗ്യാസെങ്കിലും അവർ ഉപയോഗിക്കുന്നുണ്ട് മിനിമം. ഈ ഒരു സിലിണ്ടർ ഗ്യാസിന് 1000 രൂപയാണ് അവരുടെ ഒരു ദിവസത്തെ കോസ്റ്റ് കൂടുന്നത്. ഈ 1000 രൂപ എവിടെ നിന്ന് കൊണ്ടുവരുന്നു? അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾക്ക് വില കൂട്ടുക എന്നല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.